സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് പദ്ധതി റദ്ദാക്കിയിട്ടും ബി.ജെ.പിക്ക് കൈനിറയെ പണമുണ്ട്. വാരിക്കോരിയാണ് കോർപ്പറേറ്റുകൾ പണം നൽകുന്നത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ പാർട്ടിയുടെ സംഭാവനകൾ 50% വർദ്ധിച്ച് 6088 കോടി രൂപയിൽ എത്തി. 2023-24 വർഷത്തിൽ ലഭിച്ച 3965 കോടി രൂപയേക്കാൾ ഏകദേശം 53% വർധനവാണ് ഈ കാലയളവിൽ ഉണ്ടായിട്ടുള്ളത്. 2024-25 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന കാലയളവിൽ ലഭിച്ച തുക മറ്റു പ്രധാന രാഷ്ട്രീയ പാർട്ടികളെ വളരെ കൂടുതലാണ്. കോൺഗ്രസിന് ഈ വർഷം ലഭിച്ച 522.13 കോടി രൂപയേക്കാൾ 12 മടങ്ങ് അധികമാണ് ബി.ജെ.പിയുടെ സമ്പാദ്യം. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള 12 പ്രതിപക്ഷ പാർട്ടികൾക്ക് ആകെ ലഭിച്ചത് 1343 കോടി രൂപയാണ്. ഇതിന്റെ 4.5 മടങ്ങാണ് ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് ലഭിച്ചത്. ബി.ജെ.പിക്ക് ലഭിച്ച മൊത്തം സംഭാവനയുടെ 61%വും 3744 കോടി രൂപ ഇലക്ട്രൽ ട്രസ്റ്റുകൾ വഴിയാണ് എത്തിയത്. ബാക്കി 2344 കോടി രൂപ വ്യക്തികളും വിവിധ കോർപ്പറേറ്റുകളും സംഭാവന നൽകി. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ 100 കോടി രൂപ, റുങ്ത സൺസ് പ്രൈവറ്റ് ലിമിറ്റഡ് 95 കോടി രൂപ, വേദാന്ത ലിമിറ്റഡ് 67 കോടി രൂപ, മാക്രോടെക് ഡെവലപ്പേഴ്സ് 65 കോടി രൂപ. ഇതുകൂടാതെ ITC ലിമിറ്റഡ് 39 കോടി, മാൻകൈൻ ഫാർമ 30 കോടി, ഹിന്ദുസ്ഥാൻ സിങ്ക് ലിമിറ്റഡ് 27 കോടി തുടങ്ങിയ പ്രമുഖ കമ്പനികളും ബി.ജെ.പിക്ക് ഗണ്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. 2017-18 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഇലക്ട്രൽ ബോണ്ട് പദ്ധതി പേര് വെളിപ്പെടുത്താതെ പാർട്ടികൾക്ക് പണം സംഭാവന ചെയ്യാൻ അവസരം ഒരുക്കിയിരുന്നു. എന്നാൽ 2024 ഫെബ്രുവരിയിൽ സുപ്രീം കോടതി ഈ പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ട് റദ്ദാക്കുകയും ദാതാക്കളുടെ വിവരങ്ങൾ പുറത്തുവിടാൻ ഉത്തരവിടുകയും ചെയ്തു. നിലവിൽ 20,000 രൂപയ്ക്ക് മുകളിലുള്ള സംഭാവനകൾ ചെക്ക് വഴിയോ ബാങ്ക് ട്രാൻസ്ഫർ വഴിയോ മാത്രമേ നൽകാൻ സാധിക്കൂ. ഈ മാറ്റങ്ങൾ വന്നിട്ടും ബി.ജെ.പിയുടെ ഫണ്ട് ശേഖരണം കഴിഞ്ഞ 6 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ്. ഇലക്ട്രൽ ബോണ്ടുകൾ ഇല്ലാതായിട്ടും ബി.ജെ.പിയുടെ ഖജനാവ് അഭൂതപൂർവമായി വളരുകയാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ സാമ്പത്തിക അന്തരം കേവലം ഒരു സംഖ്യാപരമായ അളവല്ല. അത് പ്രചരണത്തിന്റെ ദൃശ്യപരത, സംഘടനാപരമായ വ്യാപ്തി, തെരഞ്ഞെടുപ്പിലെ സ്വാധീനം എന്നിവയുമായി നേരിട്ട് സ്വാധീനം ചെലുത്തുന്ന നിർണായക ഘടകങ്ങളാണ്. ഭരണകക്ഷിയും അതിന്റെ എതിരാളികളും തമ്മിലുള്ള പ്രകടമായ വിടവ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉൾപ്പെടെ പ്രകടമാകും. കൂടുതൽ പണം ചെലവഴിക്കാൻ സാധിക്കുന്നവർക്ക് കൂടുതൽ പ്രചരണ സംവിധാനങ്ങൾ സംഘടിപ്പിക്കാനാകുമെന്നത് പ്രധാന പ്രത്യേകതയാണ്. 14 കോടി അംഗങ്ങളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ് ബി.ജെ.പി എന്ന് കേന്ദ്രമന്ത്രിയും പാർട്ടി അധ്യക്ഷനുമായ JP നദ്ദ മുമ്പ് പറഞ്ഞിരുന്നു. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് സംഘടിപ്പിച്ച പൊതുപരിപാടിയിലാണ് JP നദ്ദ ഈ അവകാശവാദം ഉന്നയിച്ചത്. ബി.ജെ.പിയുടെ ശക്തിയെ വെളിപ്പെടുത്തുന്നതിനായാണ് നദ്ദ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്. 2 കോടി സജീവ പ്രവർത്തകരും 14 കോടി അംഗങ്ങളുമുള്ള പാർട്ടിയാണ് ബി.ജെ.പി. ഉത്തരവാദിത്തത്തോടെ മികച്ച ഭരണം കാഴ്ചവെച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാരിന്റെ മികവ് കൂടിയാണ് ഈ കണക്കുകളെന്നും JP നദ്ദ പറഞ്ഞിരുന്നു. പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരമേറ്റതിനു ശേഷം രാജ്യം വലിയ വികസന മുന്നേറ്റം നടത്തിയെന്നും നദ്ദ പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.